വെൽക്കം ടു എമോസ് ക്രിയേറ്റിവിറ്റി ഇൻ കുക്കിംഗ്. എല്ലാ കൂട്ടുകാർക്കും എമോസ് ക്രിയേറ്റിവിറ്റി ഇൻ കുക്കിങ്ങിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു ക്യാരറ്റ് സാമ്പാർ ഉണ്ടാക്കാം. ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ കഴിക്കാനായിട്ട് ഉള്ളൊരു ക്യാരറ്റ് സാമ്പാർ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ക്യാരറ്റ് തൊലി കളഞ്ഞ് കഴുകിയിട്ട് വെള്ളത്തിൽ കഴുകാനായിട്ട് വെച്ചിട്ടുണ്ട്. തക്കാളി, സവാള. ഇനി നമുക്ക് പരിപ്പ്, തുവരപ്പരിപ്പ്, സാമ്പാർ പരിപ്പ് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അതിന് ഞാൻ കഴുകിയിട്ടാണ് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നത്. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വെന്ത് 3 വിസിൽ വന്നാൽ മതി. പാകത്തിന് വെന്തിട്ടുണ്ടാവും. കുക്കറിൽ പരിപ്പ് വേവട്ടെ. അപ്പോഴത്തേന് നമുക്ക് കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം. റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ മുറിക്കുന്നത്. ക്യാരറ്റും സവാളയും തക്കാളിയും മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ എണ്ണ ചൂടായിട്ടുണ്ട്. ക്യാരറ്റ് വഴണ്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇതാകും. അപ്പോൾ ചെറുതായിട്ടൊന്ന് പച്ചമണം പോയി കിട്ടിയാൽ മതി. നമുക്കിനി പരിപ്പിലേക്ക് ചേർത്ത് വെക്കാം. പരിപ്പ് വേവിച്ച് വെച്ചിട്ട് അതിലേക്ക് ചേർക്കാം. നമ്മൾ ക്യാരറ്റ് സാമ്പാറിൻ്റെ കൂടെ 1-2 ഇടാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ വെറും ക്യാരറ്റ് മാത്രം വെച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു പച്ച കുത്തുണ്ടാവും ക്യാരറ്റിന്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വഴറ്റുന്നത്. അതുപോലെ സവാളയും തക്കാളിയും കൂടി വഴറ്റിയിട്ട് ചേർക്കാം. തക്കാളിയും കൂടി തക്കാളിയും സവാളയും ആയിട്ടുണ്ട്. നമുക്ക് ക്യാരറ്റിൻ്റെ കൂടെ ചേർത്ത് വെക്കാം. വേവിച്ച പരിപ്പിലേക്ക് ക്യാരറ്റ് വഴറ്റിയതും സവാളയും തക്കാളിയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി സാമ്പാർ പൊടി കുറച്ച് ചേർക്കാം. നമ്മളൊരു 3 ടീസ്പൂൺ സാമ്പാർ പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സാമ്പാർ പൊടി വറുത്ത് പൊടിച്ചതാണ്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ നോക്കിക്കോളൂ. നന്നായിട്ടുള്ള നല്ലൊരു അടിപൊളി സാമ്പാർ പൊടിയാണ്. ആ സാമ്പാർ പൊടി മാത്രം ചേർത്താൽ മതി. നമുക്ക് വേറെ മുളകും മല്ലിപ്പൊടിയും സെപ്പറേറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ മൂടിയിട്ട് ഒരു വിസിൽ വന്നാൽ മതി. നമുക്ക് കുറച്ച് നാളികേരം വറുത്തിട്ട് അരയ്ക്കണം സാമ്പാറിൽ ചേർക്കാനായിട്ട്. ഒരു ചെറിയൊരു മുറി നാളികേരമാണ് ഞാൻ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. നല്ലതുപോലെ ഒന്ന് വറുത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം. നാളികേരം ആവട്ടെ. നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് പിഴിഞ്ഞ് ചേർക്കണം നാളികേരത്തിൻ്റെ കൂടെ. വറുത്തത് അരച്ച് വെച്ചിട്ടുണ്ട് നൈസായിട്ട്. പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ഇതും പിഴിഞ്ഞ് വെള്ളം എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി നമുക്ക് ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ പുളിഞ്ഞ കുറച്ച് ചേർത്താൽ മതി. ഇതിപ്പോൾ സാധാ തക്കാളി നാടൻ അല്ലാത്തത് കൊണ്ട് കുറച്ച് പുളിഞ്ഞ ഒഴിക്കുന്നത്.
ചേർത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് താളിക്കണം. കഷ്ണം വെന്തിട്ടുണ്ട്. നാളികേരം പുളിയും ചേർത്തിട്ടൊന്ന് വേവിക്കാം. തിളപ്പിച്ച ശേഷം താളിച്ചു കൊടുക്കാം. ചൂടായിട്ടുണ്ട്. കറി റെഡിയായി. നമുക്ക് താളിച്ചു കൊടുക്കാം. നല്ല ക്യാരറ്റ് സാമ്പാർ തയ്യാറായിട്ടുണ്ട്. ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാമ്പാറാണ്. ട്രൈ ചെയ്ത് നോക്കൂ. തുടർന്നും ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കൊടുക്കൂ. ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്ത് വെക്കൂ. നല്ല നല്ല വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.